അടുത്തതായിട്ട് പ്രിൻ്റ്എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ ഏതൊരു പ്രോഗ്രാം എഴുതുമ്പോഴും അതിൽ പ്രിൻ്റ്എഫ് കാണാറുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഏത് പ്രോഗ്രാം എഴുതി തുടങ്ങുമ്പോഴും ഫസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് #stdio.h എന്ന് കാണാറുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. പ്രിൻ്റ്എഫ് എന്ന് പറഞ്ഞ ഒരു ഔട്ട്പുട്ട് ഫംഗ്ഷനാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് മോണിറ്ററിൽ എന്തെങ്കിലും ഒരു കാര്യം ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് പ്രിൻ്റ്എഫ്. സ്മോൾ ലെറ്ററിലാണ് എഴുതേണ്ടത് പ്രിൻ്റ്എഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രിൻ്റ്എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ പ്രിൻ്റ് ചെയ്യാനാണ് എന്നുള്ളത് കമ്പൈലറിന് അറിയില്ല. കമ്പൈലറിന് അതിൻ്റെ ഡെഫിനിഷൻ കിട്ടണം. അതിനുവേണ്ടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നൊരു ഹെഡർ ഫയലാണ് #include stdio.h. അപ്പോൾ പ്രോഗ്രാമിൻ്റെ അകത്ത് എവിടെയെങ്കിലും എന്നല്ല, സാധാരണ ഏറ്റവും സ്റ്റാർട്ടിങ്ങിലാണ് എഴുതുക. #include stdio.h എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും കാര്യമാണ്. അതായത് ആ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഇൻപുട്ട് ഫംഗ്ഷനോ ഔട്ട്പുട്ട് ഫംഗ്ഷനോ ഉപയോഗിച്ചിട്ടുണ്ടാകും. പ്രിൻ്റ്എഫ് ഒരു ഔട്ട്പുട്ട് ഫംഗ്ഷനാണ്. ഔട്ട്പുട്ട് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് എന്തെങ്കിലും ഒരു വാല്യൂവിന് ഔട്ട്പുട്ട് ചെയ്യുക, മോണിറ്ററിൽ എന്തെങ്കിലും ഒരു കാര്യം ഡിസ്പ്ലേ ചെയ്യുക, അതാണ് ഔട്ട്പുട്ട് ഫംഗ്ഷൻ. അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഔട്ട്പുട്ട് ഫംഗ്ഷനെയോ ഇൻപുട്ട് ഫംഗ്ഷനെയോ, സ്കാൻഎഫ് ഒരു ഇൻപുട്ട് ഫംഗ്ഷനാണ്, ആ സമയത്ത് നമുക്ക് ഇയാളെ എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രിൻ്റ്എഫ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രിൻ്റ്എഫ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഡെഫിനേഷൻ എഴുതി വെച്ചിട്ടുള്ളത് stdio.h എന്ന് പറഞ്ഞ ഹെഡർ ഫയലിലാണ്. അയാളെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ഐ ഇൻപുട്ട്, ഒ ഔട്ട്പുട്ട്, ഡോട്ട് എച്ച് ഹെഡർ ഫയൽ. സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡോട്ട് ഹെഡർ ഫയൽ, അതാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ. അപ്പോൾ ചുമ്മാ സി പ്രോഗ്രാമിങ്ങിൻ്റെ ഫസ്റ്റ് ലൈനായിട്ട് എഴുതുന്നതല്ല, ഇതിനൊരു പർപ്പസ് ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രിൻ്റ്എഫിന് വരാൻ ചാൻസ് ഉള്ള എല്ലാ വേരിയേഷൻസും ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രിൻ്റ്എഫിൻ്റെ അകത്ത് ഡബിൾ കോഡ്സിൽ ഞാൻ എന്ത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് മോണിറ്ററിൽ വരും. അതാണ് ഒന്നാമത്തെ കേസ്. ഞാൻ ഈ പ്രോഗ്രാമായിട്ട് എഴുതിയിട്ടില്ലേ, വോയിഡ് മെയിൻ സ്ട്രക്ചർ എഴുതി കഴിഞ്ഞാൽ ഇത് വർക്കാവത്തുള്ളൂ. ഞാൻ ആ സെൻറ്റൻസ് മാത്രമായിട്ട് പറയാണ്. പ്രിൻ്റ്എഫിൻ്റെ അകത്ത് ഡബിൾ കോഡ്സിൽ ഞാനിപ്പോൾ ഹായ് എന്ന് കൊടുത്തു, സെമിക്കോളൻ, ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്തു, പരാന്തീസ് ക്ലോസ് ചെയ്തു, ഹായ് ഇട്ടു. ഇതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, ഹായ് എന്നുള്ളത് ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് വരും. ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരിക ഹായ് എന്നുള്ളതായിരിക്കും. ഓക്കെ, ഒന്ന് പ്രിൻ്റ്എഫിനുള്ളിൽ ഡബിൾ കോഡ്സിൽ എന്ത് കൊടുത്താലും അത് അതേപോലെ വരും. ഇനി നമുക്ക് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരേണ്ട ഒരു കേസ് ഉണ്ടാവും അല്ലേ. അതായത് ഒന്നാമത്തെ ലൈനിൽ എനിക്കിപ്പോൾ ഹായ് എന്ന് വരണം, രണ്ടാമത്തെ ലൈനിൽ എനിക്കിപ്പോൾ ഹലോ എന്ന് വരണം എന്ന് വിചാരിക്കും. ഇത് ആദ്യത്തെ ലൈന് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലൈന്, ഒരു പുതിയ ന്യൂ ലൈനിലാണ് എനിക്ക് ഹലോ വരേണ്ടത് എന്ന് വിചാരിക്കും. ഇങ്ങനെയുള്ളൊരു കേസ്. അതല്ലെങ്കിൽ എനിക്ക് ഹായ് എന്ന് എഴുതി കുറച്ച് സ്ഥലം വിട്ടതിന് ശേഷം ഹലോ എന്ന് വരണം എന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ളൊരു കേസ്. ഈ രണ്ട് കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരാളാണ് എസ്കേപ്പ് സീക്വൻസ്. ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യുന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് എസ്കേപ്പ് ചെയ്യുന്നു, ചുമ്മാ പറഞ്ഞതാണേ. ഇയാളുടെ പേരാണ് എസ്കേപ്പ് സീക്വൻസ്. ഒരുപാട് എസ്കേപ്പ് സീക്വൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് രണ്ട് എസ്കേപ്പ് സീക്വൻസ് ആണ്. ഒന്ന് \n ന്യൂ ലൈനിന് വേണ്ടിയിട്ടുള്ളതാണ്, അതായത് ഇവിടുന്ന് താഴേക്ക് ചാടിക്കാൻ വേണ്ടിയിട്ട്. \t ഫോർ ടാബാണ്, ഹായ് കഴിഞ്ഞ് ഒരു സ്പേസ്, ഒരു ടാബ് സ്പേസ് ഇട്ടിട്ട് അടുത്ത കണ്ടൻറ്റ് വരാൻ വേണ്ടി. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന രണ്ടാളാണ് ന്യൂ ലൈനും ടാബ് സ്പേസും. അപ്പോൾ ഹായ് ഹലോ എന്നാണ് വരണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി, പ്രിൻ്റ്എഫ് ഓപ്പൺ ചെയ്യുക, ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ ഞാൻ എഴുതി തരാവേ. അതായത് പ്രിൻ്റ്എഫ് ഓപ്പൺ ചെയ്യുക, ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ ഹായ് എഴുതുക, \n അതിന് ശേഷം എന്ത് ചെയ്യുക, ഹലോ എഴുതുക, ക്ലോസ് ചെയ്യുക. ഒരു പ്രിൻ്റ്എഫിനുള്ളിൽ തന്നെ ഞാൻ ഹായ് എഴുതി ഹലോ എഴുതി, രണ്ടിൻ്റെ നടുവിൽ \n ആണ് കൊടുത്തതെങ്കിൽ തൊട്ടടുത്ത ലൈനിലേക്ക് വരും, /t ആയിരുന്നു കൊടുത്തതെങ്കിൽ ഇതേപോലെ ആയിരിക്കും വരിക. ഓക്കെ, അതാണ് അടുത്ത വേരിയേഷൻ. ഇനി ഇപ്പം ഞാൻ ഇങ്ങനെ എഴുതിയേ, ഇത് സിൻടാക്സ് ആണ് ഞാൻ എഴുതിയത്, പ്രിൻ്റ്എഫ് കൺട്രോൾ സ്ട്രിങ്, അതല്ലെങ്കിൽ ഫോർമാറ്റ് സ്പെസിഫയർ എന്ന് പറയും, രണ്ടും പറയാം, വേരിയബിൾ നെയിം. ഇപ്പോൾ എക്സാമ്പിൾ ഉണ്ട്, പ്രിൻ്റ്എഫ് %d, a. %d എന്ന് പറഞ്ഞാൽ ഇൻഡിജറിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമാറ്റ് സ്പെസിഫയർ ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം %d എന്ന് പറഞ്ഞാൽ ഇൻഡിജറിന് വേണ്ടി ഉപയോഗിക്കുന്ന കൺട്രോൾ സ്ട്രിങ് ആണ്. രണ്ടും സെയിം, വെവ്വേറെ പേര് എന്നാണേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞു ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ എന്ത് കൊടുത്താലും അത് അതേപോലെ പ്രിൻ്റ് ആവും.
ഇവിടെ ഞാൻ പറഞ്ഞു ഡബിൾ കോട്ട്സിനുള്ളിൽ കൊടുത്താൽ അത് അതേപോലെ പ്രിൻ്റ് ആവുകയല്ല ചെയ്യുക, പുതിയ ലൈനിലേക്ക് വരും അല്ലെങ്കിൽ സ്പേസ് വരും. അതേപോലെ പുതിയൊരു കാര്യം പറയാണ്, ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ %d, %f, %s, %c എന്നൊക്കെയാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ കോമ കഴിഞ്ഞിട്ട് ഞാനൊരു വേരിയബിൾ നെയിം കൊടുക്കണം. ഇവിടെ ആമ്പസാൻഡ് ഒന്നുമില്ലേ, നിങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇവിടെ ആമ്പസാൻഡ് ഒക്കെ ഇട്ട് ചെയ്യുന്ന കാണാറുണ്ട്. ഇവിടെ ആമ്പസാൻഡ് ഒന്നുമില്ല, കോമ ഇട്ടിട്ട് ഒരു വേരിയബിൾ നെയിം മാത്രം കൊടുക്കണം. അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, ഏതോ ഒരു സ്പേസിന് ഞാൻ എ എന്ന് പറഞ്ഞ പേര് കൊടുത്തിട്ടുണ്ടാവും, അതിലേക്ക് ഏതോ ഒരു ഇൻഡിജർ നമ്പർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സപ്പോസ് 10 ആണെന്ന് വിചാരിക്കുക, എക്സാമ്പിൾ പറഞ്ഞതാണേ. അങ്ങനെയാണെങ്കിൽ ഈ %d ഉള്ള സ്ഥാനത്തേക്ക് ആര് വരണം, എയിലുള്ള വാല്യൂ റീപ്ലേസ് ചെയ്യണം. അതായത് 10 റീപ്ലേസ് ചെയ്യണം. അതിനുശേഷം 10 ആയിരിക്കും എന്ത് ചെയ്യുക, ഔട്ട്പുട്ടിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ %d, a ഏതെങ്കിലും തരത്തിലുള്ള ഫോർമാറ്റ് സ്പെസിഫയർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കോമ ഇട്ടിട്ട് വേരിയബിൾ നെയിം എഴുതണം. ആ വേരിയബിൾ നെയിമിലുള്ള വാല്യൂ ആയിരിക്കും ഇവിടെ റീപ്ലേസ് ചെയ്യപ്പെടുക. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ, printf %d, a+b. സപ്പോസ് a = 5, int a = 5 എന്നുണ്ട്, അതേപോലെ int b = 2 എന്നുണ്ട് എന്ന് വിചാരിക്കും. ഞാൻ int c എന്ന് കൊടുത്തു, c = a+b എന്ന് കൊടുത്തു. ഞാൻ എന്ത് ചെയ്യുന്നു, printf %d c എന്ന് കൊടുക്കുന്നു. അപ്പോൾ തൊട്ട് മുന്നേ പഠിച്ചത് പ്രകാരം സിയിലുള്ള വാല്യൂ എന്താണോ അത് ഇവിടേക്ക് റീപ്ലേസ് ചെയ്യും. അപ്പോൾ എയിലുള്ളത് 5 ആണ്, ബിയിലുള്ളത് 2 ആണ്, c = a+b എന്ന് പറയുമ്പോൾ സിയിൽ 7 വരും, 7 ഇവിടെ റീപ്ലേസ് ചെയ്യും. ഇത്രയും ഞാൻ എഴുതിയ കോഡാണ് ഞാനിവിടെ സിംഗിൾ ലൈനിൽ എഴുതിയിട്ടുള്ളത്. printf %d a+b, എയിലും ബിയിലും വാല്യൂ വേണം, അത് ഞാനിവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. സെപ്പറേറ്റ് c = a+b എന്ന് എഴുതിയിട്ട് സീനെ പ്രിൻ്റ് ചെയ്യിക്കുന്നതിന് പകരം ഡയറക്റ്റായിട്ട് എനിക്ക് എന്ത് ചെയ്യാം, a+b എന്നുള്ളത് ഇവിടെ പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, a+b ചെയ്യും ഞാൻ, a+b ചെയ്തിട്ട് ആ റിസൾട്ട് ആയിരിക്കും ഇവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക, %dയിൽ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒന്ന്, ഡബിൾ കോട്ട്സിനുള്ളിൽ എന്ത് വന്നാലും അത് അതേപോലെ പ്രിൻ്റ് ആവും. 2, ന്യൂ ലൈൻ പ്രിൻ്റ് ആവാൻ വേണ്ടി /n, കുറച്ച് സ്പേസ് വരാൻ വേണ്ടി /t. ഇനി ഇങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ കോമ കഴിഞ്ഞിട്ട് വരുന്നത് എന്താണോ വേരിയബിൾ നെയിം മാത്രം കൊടുക്കുക, ആമ്പസാൻഡ് ഒന്നും കൊടുക്കാൻ പാടില്ല. അതെന്താണോ അത് ഇവിടത്തേക്ക് റീപ്ലേസ് ചെയ്യപ്പെടും എന്നാണ് അതിൻ്റെ മീനിങ്. ഇനി printf %d a+b എന്നാണെങ്കിൽ ഇത് ചെയ്യും, ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും, അതിൻ്റെ റിസൾട്ട് ആയിരിക്കും %dയിൽ വന്നിട്ട് സ്റ്റോർ ആവുന്നുണ്ടാവുക. ഇനി ഞാൻ എൻ്റെ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും printf എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിർബന്ധമായിട്ടും #include stdio.h ഇൻക്ലൂഡ് ചെയ്യണം. stdio.h സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡോട്ട് ഹെഡർ ഫയൽ. printf എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഡെഫിനിഷൻ ഇവിടെയാണുള്ളത്. printf ഒരു ഔട്ട്പുട്ട് ഫംഗ്ഷനാണ്. printf ക്ലിയർ ആയി എന്ന് കരുതുന്നു.